ഉള്ള ഒരു വഴിവിളക്കാണ് അദ്ദേഹം കത്തിച്ചു വെച്ച് പോയത്. ഈ പി ജയരാജന് അതായിരിക്കും മനസ്സിലായിരിക്കുന്നത്. കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് നല്ല യുക്തിബോധമുള്ളതും സാമാന്യ ബോധമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് കൃത്യമായി മനസ്സിലായി, കേരള സമൂഹത്തിന് മനസ്സിലായി. ഇ പി ജയരാജനും മനസ്സിലാകുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ വലിയ പാടാണ്, നമ്മളത് മനസ്സിലാക്കി കൊടുക്കാൻ. ഈ രാമക്ഷേത്ര പരിപാടിയിലേക്ക് കോൺഗ്രസ് പോകാത്തത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കൊണ്ടാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. ഭയങ്കര തമാശയാണ്. ഈ വർഷത്തെ, ഈ പുതുവർഷത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. കേരളത്തിലെ CPM നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് തീരുമാനം എടുത്തതെന്നൊക്കെ പറയുന്ന അത്രയും വിഡിതം. ഞാൻ ഇന്നലെ പറഞ്ഞു, വിവരക്കേട് സാധാരണ പറയും, ചിലപ്പോൾ നമ്മളെ നാവിൽ നോക്ക് വരും. പക്ഷെ വിവരക്കേട് തുടർച്ചയായി പറയുക എന്നത് എം വി ഗോവിന്ദൻ ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ദേശാഭിമാനി ഒരു വാർത്ത ഉണ്ടായിരുന്നു, MP കോട്ട് ചെയ്ത് തന്നെയാണ് തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് ദേശാഭിമാനി വാർത്ത പറയുന്നത്. അല്ല, ദേശാഭിമാനി തെറ്റായി കോട്ട് ചെയ്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ദേശാഭിമാനി പറഞ്ഞ കാര്യങ്ങൾ ഒരു പാവപ്പെട്ട ചായക്കട നടത്തി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വ്യാജ ഡിഗ്രി ഉണ്ടാക്കി എന്നൊരു കഥ ഉണ്ടാക്കിയിട്ട് വ്യാജ ഡിഗ്രി ചമച്ചതവരാണ്. ദേശാഭിമാനി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചമച്ചതിന് കേസെടുത്താത്തുകൊണ്ട് ആളാണ്. അവരൊന്നും പറയുന്ന കാണണം.